ഒരു മുസ്ലിം ആവണമെങ്കിൽ നിന്റെ തലപ്പാവല്ല ഐഡന്റിറ്റി, നിന്റെ കന്തൂറയല്ല, നിന്റെ താടിയല്ല, നിന്റെ പേരല്ല, നീ ഒരു യഥാർത്ഥ മുസ്ലിമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിന്റെ അയൽവാസികൾ പറയണം നീ സ്വൽസ്വഭാവക്കാരനാണെന്ന്. നിന്റെ അയൽവാസികളിൽ ഹൈന്ദവനുണ്ടാകും, ക്രൈസ്തവനുണ്ടാകും, സിഖുകാരനുണ്ടാകും, വ്യത്യസ്തരായ പാർട്ടിക്കാരുണ്ടാകും, മതക്കാരുണ്ടാകും. നിന്റെ വീടിന്റെ അയൽപക്കങ്ങളിലുള്ളവർ നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ നീ ഒരു യഥാർത്ഥ മുസ്ലിമാവുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അങ്ങനെ പറയിപ്പിക്കാറുണ്ടോ? മുഅ്മിനെ, നമ്മൾ അങ്ങനെ പറയിപ്പിക്കാറുണ്ടോ? നമ്മുടെ അയൽവാസിയായ ഹൈന്ദവൻ നമ്മളെ കുറിച്ച് നല്ലത് പറയുമോ? അല്ല ചീത്തയാണോ പറയുക? നമ്മുടെ അയൽവാസിയായ ക്രൈസ്തവൻ നമ്മെ കുറിച്ച് നല്ലതാണോ പറയുക? അല്ല ചീത്തയാണോ പറയുക? ചീത്തയാണ് പറയുന്നതെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്, ഇസ്ലാമിന്റെ പ്രശ്നമല്ല, മുസ്ലിമീങ്ങളുടെ പ്രശ്നമല്ല, അത് ആ വ്യക്തിയുടെ പ്രശ്നമാണ്. നമ്മൾ കാരണം ഇസ്ലാമിന്റെ വെളിച്ചം കാണുന്നതിൽ നിന്ന് ഒരാളെ നമ്മൾ തടഞ്ഞു എന്നല്ലാതെ അതിന്റെ കുറ്റക്കാര് നമ്മളാണ്, അതിന്റെ തെറ്റുകാര് നമ്മളാണ്. അതുകൊണ്ട് അയൽവാസി ഏത് മതക്കാരായാലും, ഏത് വിഭാഗക്കാരായാലും, ഏത് പാർട്ടിക്കാരായാലും, ഏത് സംഘടനക്കാരായാലും അവർക്കൊക്കെ നമ്മളോട് നല്ല അഭിപ്രായം, നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമാണെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ മുസ്ലിമാണ് എന്ന് എന്നെയും നിങ്ങളെയും കുറിച്ച് പറയാൻ പറ്റൂ.